നമസ്കാരം. മിനീസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് മിനീസ് മിനി കിച്ചണുള്ള പോലെ തന്നെ എനിക്കൊരു മിനീസ് അടുക്കളത്തോട്ടം കൂടിയിട്ട് ഒരു ടെറസിൻ്റെ മുകളിൽ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് കോവയ്ക്കുണ്ട്, അതുപോലെ തന്നെ ചേന, പിന്നെ അത് ഈ ഒരു സെക്ഷൻ അത്രയുണ്ട്. പിന്നെ വേറൊരു സെക്ഷനിൽ ഇത്തിരി പാവലുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അങ്ങനെ ചെറിയ തോതിലുള്ള ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേന ഇല തോരനാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ചേനയില തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നുള്ളിയെടുത്താൽ മതി. ഇങ്ങനെ ഓരോ ഇലകളായിട്ട് നുള്ളിയെടുത്താൽ മതി. നമ്മൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇതിപ്പോൾ മുറിച്ച് വരുമ്പോൾ ഇത്രയേ കാണത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല വൈറ്റമിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് മുറിച്ചിട്ട് എങ്ങനെ തോരനാക്കുന്നത് നോക്കാം. ചേനയില തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചേനയില നല്ല വൃത്തിയായി കഴുകി വെച്ചതാണ്. നമുക്കിതിനെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ പൊടിയായി അരിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ചേനയുടെ എല്ലാ ഭാഗങ്ങളും, ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും നമ്മൾ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ചേന നമ്മൾ തോരൻ വയ്ക്കാറുണ്ട്, പിന്നെ കറികൾക്കെല്ലാം പുളിശ്ശേരി വയ്ക്കാൻ ഉപയോഗിക്കും. ചേന അച്ചാറിടാൻ വരെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചേനത്തണ്ടും നമ്മൾ ചെറുപയറിട്ട് തോരൻ വയ്ക്കാറുണ്ട്. ചേനപ്പൂവ് തോരൻ വയ്ക്കും. ഇപ്പോൾ നമ്മൾ ചേനയിലയും തോരൻ വയ്ക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളിത് ചേന ഇല മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ തോരൻ വയ്ക്കുന്നത് നോക്കാം. ഒരു പാത്രം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണേ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ അരിഞ്ഞ് വെക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ഇതിലൊന്നും കാണത്തില്ല, കുറച്ച് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക. ഇതുപോലെ നമ്മുടെ കയ്യിലാക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതിനെ ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചേനയില വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ചേനയില വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു പറ്റുണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടണം. അപ്പോൾ നമുക്കിതിനെ വീണ്ടും ഒരു 2 മിനിറ്റ് ഇതിനെ ഇങ്ങനെ ഇളക്കാം. അപ്പോൾ നമ്മുടെ ഇലക്കറികളിലെല്ലാം നന്നായിട്ട് വൈറ്റമിൻസൊക്കെ നന്നായി അടങ്ങിയിട്ടുള്ളതാണ്. ഇലക്കറികളിലെല്ലാം അയേണും നന്നായി അടങ്ങിയിട്ടുണ്ട്. അയേണാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ എല്ലാത്തിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് ചേനയിലും ചേമ്പിലയിലുമാണ്. ചേമ്പും ചേനയിലുമാണ് ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ടിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ വെള്ളപ്പറ്റൊക്കെ അങ്ങ് മാറിക്കിട്ടി. ഇനി നമ്മൾക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇലക്കറികളിൽ ഞാൻ അധികവും നന്നായി തേങ്ങ ചേർക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ അളവിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ തേങ്ങയും ചേർത്തു. ഇതും 1 മിനിറ്റ് നന്നായി ഇതിനെ നന്നായി ഇളക്കി ഒന്നോടൊന്ന് മുട്ടാത്ത രീതിയിൽ വരണം. ഇത് ആ ഒരു രീതിയിൽ ഇതിനെ ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒന്നോടൊന്ന് മുട്ടാതെ നല്ല രീതിയിൽ ഈ തോരനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ച് ഇതിൻ്റെ ഇതിനെ വറക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ വറവ് ഒന്ന് തയ്യാറാക്കാം നമുക്ക്.
ഇനി നമുക്കടുത്തതായി ഇതിൻ്റെ വറവ് തയ്യാറാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് അരിയാണ്. അരി എന്ന് വെച്ചാൽ വെള്ള പുഴുക്കലരിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേമ്പിനായാലും കൂമ്പ് തോരനായാലും ചേമ്പിനായാലും പിന്നെ പയർ ഇല തോരനായാലും ഇത് 3നും ഞാൻ അരിയാണ് വറുത്തിടുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ പുഴുക്കലരിയാണ് എടുത്തത്, വെള്ള പുഴുക്കലരി. അപ്പോൾ ഈ അരി ഒന്ന് മൂപ്പായി നല്ല മലര് പോലെ ആയി വരും എണ്ണയിൽ നിന്ന്. ആ സമയം നമുക്കിതിലേക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ആവുമല്ലോ. അപ്പോൾ ആവുമ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും മൂപ്പായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളകും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഈ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേനയിലെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അരി വറുത്തിടുമ്പോൾ നമ്മൾ കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ വറുത്തിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ആ അരിയുടെ ക്രിപ്സിനെസ് അതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ അരമണിക്കൂർ മുമ്പ് ആണെങ്കിൽ. അപ്പോൾ അരമണിക്കൂറിന് മുമ്പ് വറുത്തിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ അരിയുടെ ആ ക്രിപ്സിനെസ് കിട്ടും നമ്മൾക്ക്. അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ആണെങ്കിൽ ആ അരി അങ്ങ് ഒരു സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.